ടൈലറിംഗ് ക്ലാസ് നമ്പർ 68ലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ജീൻസിന് പറ്റിയ ഇതുപോലത്തൊരു ക്രോപ്പ് ടോപ്പും അതുപോലെ തന്നെ ഷോർട്ട് ടോപ്പ്, ക്രോപ്പ് ടോപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഷോർട്ട് ടോപ്പ് എന്നേ പറയാൻ പറ്റില്ല. ക്രോപ്പ് ടോപ്പ് എന്ന് കുറച്ചുകൂടി കയറിയിട്ടുണ്ടാവും. ഓക്കെ, ഇതിൽ ബെൽ സ്ലീവ് വരുന്നുണ്ട്, സൈഡിൽ സ്ലിറ്റാണ്. അതായത് നമുക്ക് ജീൻസിനും പെർലോസയ്ക്കും പെയർ ചെയ്യാൻ പറ്റുന്ന, ഇപ്പോൾ ടീനേജേഴ്സിനൊക്കെ ഇടാൻ പറ്റുന്ന ഒരു കാര്യം ശ്രദ്ധിച്ച് നോക്കി. ഇതിൻ്റെ കൈക്കുഴി കണ്ടോ, ഒട്ടും തന്നെ റിങ്കിൾസ് ഇല്ലാതെ നമ്മൾ ചെയ്തെടുത്തേക്ക്. ഞാൻ കാണിച്ചുതരാം, അടുത്തുനിന്ന് കാണിച്ചുതരാം. രണ്ട് കൈക്കുഴിയുടെ അവിടെ നമുക്ക് ഒരു തരം റിങ്കിൾസ് ഇല്ലാതെ നമ്മൾ ചെയ്തിരിക്കുന്നത്. നെക്ക് ഒരു വി ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. ചെസ്റ്റ് നമുക്കിതിൽ 36 ചെസ്റ്റ് റൗണ്ട് സൈസിലാണ് നമ്മളൊന്ന് കട്ട് ചെയ്യുന്നത്, 36. ഓക്കെ, അപ്പോൾ ഈ അളവിൽ തന്നെ. ഓക്കെ, പിന്നെ ബെൽ സ്ലീവാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ഓൾറെഡി തയ്ച്ച് കഴിഞ്ഞു. കുറേ ദിവസം വീഡിയോ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ടൈലറിംഗ് ക്ലാസ് നമ്പർ 68 ആട്ടോ, കുറേ ബിസി ആയിരുന്നു. അപ്പം ഞാൻ തുണി രണ്ടാക്കി മടക്കിയെടുത്തിട്ടുണ്ട്. നോക്കിക്കേ, ഇങ്ങനെ മടക്കിയെടുത്ത തുണിയാണ്. വീണ്ടും അതിനൊന്നുകൂടി മടക്കണ്ടേ. തുണിക്ക് നല്ല വീതിയുള്ള തുണിയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുർത്തി മെറ്റീരിയലാണ്. മൊത്തം ഞാനൊരു 30 ഇഞ്ച് എടുത്തിട്ടുണ്ട്. തയ്യൽ തുമ്പോട് കൂടിയിട്ട് 30 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, 36 ചെസ്റ്റ് റൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്കതിൽ ലൂസും തയ്യൽ തുമ്പൊന്നും കൊടുക്കാതെയാണ് ആ ഒരു ഇതെടുത്തിരിക്കുന്നത്. അപ്പോൾ 36 ചെസ്റ്റ് റൗണ്ടിന് നമ്മൾ ഷോൾഡർ 6 കൊടുക്കും. അതായത് നമുക്ക് എത്രയാണ് ചെസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ 6 ആണ് കണക്ക്. അപ്പോൾ ഷോൾഡർ 6, ആം ഹോൾ 6. നമ്മുടെ ചെസ്റ്റ് റൗണ്ട് 36 നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ 6-1 6 ഇഞ്ച്. അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെസ്റ്റ് റൗണ്ട് 36ൻ്റെ 4 ആക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 9 കിട്ടും. 1 ഇഞ്ച് ലൂസും 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്ത് ചെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 11, 9 വന്ന് 11 ചെസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആം ഹോളും കുഴിച്ചു കൊട്ടിട്ടുണ്ട്. ഇനി മേലെ നിന്നും നമ്മൾ 14 ഇഞ്ച് ഷേപ്പ് എടുക്കുക. 13 അല്ലെങ്കിൽ 14 എടുക്കുക കേട്ടോ. ഓക്കെ, എന്നിട്ട് അതിൻ്റെ വണ്ണം ഞാൻ കൊടുക്കുന്നത് എന്താ, നമ്മളിപ്പോൾ അതിൽ 11 ഇഞ്ചല്ലേ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഷേപ്പിന് ഞാൻ ഇവിടെ കൊടുക്കുന്നത് 1 ഇഞ്ച് കുറച്ചിട്ട് 10 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ, ഇങ്ങനെ നമുക്ക് വന്നിട്ടുണ്ട്. ഇനി സ്ലിറ്റ് വരുന്നത് സാധാരണ ഞാൻ സ്ലിറ്റ് 21 കൊടുക്കുക. ഷോർട്ട് ടോപ്പ് ആയതുകൊണ്ട് അത്രയും ഇറക്കേണ്ട ആവശ്യമില്ല. 19 ഇഞ്ചിൽ സ്ലിറ്റിൻ്റെ ലെങ്ത്ത് കൊടുത്തിട്ടുണ്ട്. സ്ലിറ്റിൻ്റെ വിഡ്ത്ത് വന്നിട്ട് 12 ഇഞ്ച് തന്നെയാണ്, 11 ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത്. അതായത് നമ്മളെ ചെസ്റ്റ് എത്ര കൊടുക്കുന്നത് അത് തന്നെയാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 1-2 കാര്യങ്ങൾ ഞാൻ അതിൽ പറഞ്ഞുതരാം. നമ്മുടെ ചെസ്റ്റ് റൗണ്ട് നോക്കിയപ്പോൾ നമ്മുടെ കൈക്കുഴിയുടെ അടിയുടെ റൗണ്ട്, ഉള്ളിൽ റൗണ്ട്, അതിൻ്റെ റൗണ്ട് ലൂസ് ഇല്ലാതെ നമ്മൾ പിടിച്ച് ടൈറ്റും കൊടുക്കാതെ നോക്കിയപ്പോൾ 36 വന്നു. അപ്പോൾ ആ 36ൻ്റെ 6 ഡിവൈഡഡ് ബൈ 6 എത്ര വരുമോ അതായിരിക്കും നമ്മുടെ ഷോൾഡറും ആം ഹോളും വരിക. ഇനി ചെസ്റ്റ് വരുന്നത് എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു 36 ഡിവൈഡഡ് ബൈ 4, തുണി 4 ആക്കി മടക്കി വെക്കുന്നതുകൊണ്ട് നമ്മൾ 4 ആക്കുമ്പോൾ 9 വരും. 1 ഇഞ്ച് ലൂസ്, 1 ഇഞ്ച് തയ്യൽ തുമ്പ്. നിങ്ങൾക്ക് ലൂസ് 1/2 ഇഞ്ച് വേണമെങ്കിലും ആക്കാം. ഞാൻ 1 ഇഞ്ച് കൊടുക്കും. കാരണം ഇതൊക്കെ നനച്ചിട്ട് കഴിയുമ്പോൾ പണി പാളും, തുണികൾ ചുരുങ്ങിപ്പോവും. അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കിക്കേ, ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് കൈക്കുഴിയുടെ ഇത് എടുക്കണം, അതായത് കർവ് എടുക്കണം. പിന്നെ നെക്ക് നമുക്ക് മാർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഇങ്ങനെ 1/2 ഇഞ്ച് താഴ്ത്തി വെച്ച് നോക്കുമ്പോൾ നമുക്ക് വരുന്നത് 11 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, അത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നോക്കിക്കേ, ഇതിൽ 2.25 ഇഞ്ച് കഴുത്തിൻ്റെ അകലം, ഫ്രണ്ടിൽ വീനെക്കാണ്, 5.5 ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കം. ഓക്കെ, 5.5 ഇഞ്ച് കഴുത്ത് വീനെക്കായതുകൊണ്ടാണ് 5.5 എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ 4.25, 5 എടുത്താൽ മതി. എന്നിട്ട് നമുക്ക് വീനെക്ക് കൊടുക്കുന്നുണ്ട്. കണ്ടോ, ബാക്കിൽ യു ആണ്. കഴുത്തിൻ്റെ അകലം സെയിം തന്നെയാണ് വരിക. പക്ഷേ കഴുത്തിൻ്റെ ഇറക്കം ഞാൻ 4.5 കൊടുക്കുന്നുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. കുറേ ദിവസം നമ്മുടെ ക്ലാസ് ഉണ്ടായിരുന്നില്ല. കുറേ തിരക്കൊക്കെ കാണും. ബോർഡ് എക്സാമൊക്കെ തുടങ്ങണം. അതിൻ്റെതായ തിരക്കുകളെല്ലാം നമുക്ക് വീട്ടിലുണ്ട്. അതുകൊണ്ടാണ് 10th എക്സാമൊക്കെ അല്ലേ മക്കൾക്ക്, അതാണ് കേട്ടോ ക്ലാസ് ഇല്ലാത്തത്. അപ്പോൾ 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാർക്ക് ചെയ്ത് വെച്ചിട്ട് ഇപ്പം ഞാൻ കട്ട് ചെയ്യുന്നില്ല. സ്റ്റിച്ചിങ് പാർട്ടിലാണ് ഞാൻ അത് കട്ട് ചെയ്യുന്നത് കേട്ടോ. കട്ടിങ് പാർട്ടിൽ ഞാൻ അത് കട്ട് ചെയ്യുന്നില്ല. ഓൾറെഡി നമ്മൾ തയ്ച്ച് കഴിഞ്ഞു. ഇനി നമുക്കിത് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബാക്കി ഇത്രയും തുണിയുണ്ട്. കാരണം ഞാൻ കുറച്ച് തുണി എടുത്തിട്ട് നമ്മൾ ലെങ്ത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുത്തതാണ്. ഇനിയിപ്പോൾ ബാക്കി തുണിയുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് സ്ലീവ്, ബെൽ സ്ലീവാണ്. ബെൽ സ്ലീവ് ആണെങ്കിലും നമുക്ക് ആദ്യം മേൽവശത്ത് കട്ട് ചെയ്തിട്ട് വേണം പിന്നെ ബെല്ല് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ തുണി നമുക്ക് 4 ആക്കി ഒന്ന് മടക്കി എടുക്കണം കേട്ടോ. അപ്പോൾ 2 ആക്കി മടക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് 1-2 ആക്കി മടക്കിയ തുണി ഞാൻ വീണ്ടും നമ്മൾ ഒന്നുകൂടി ഇങ്ങനെ മടക്കി എടുക്കണ്ടേ. എന്നിട്ട് നമുക്ക്
കൈക്കുഴിയുടെ റൗണ്ട് നമ്മൾ എടുത്തല്ലോ 11 ഇഞ്ച്. ഓക്കെ, അത് നമ്മൾ എടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ ലെങ്ത്ത് നമുക്ക് എത്ര വേണം നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്, അതുകൊണ്ടാണ് അവിടെ ഒന്ന് മാർക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കോളൂ എങ്ങനെയാണെന്ന് നമുക്ക് വരിക എന്നുള്ളത്. സ്ലീവ് ലെങ്ത്ത് വന്നിട്ട് സ്ലീവിൻ്റെ ലെങ്ത്ത് നമുക്ക് കൊടുക്കുന്നത് 11 ഇഞ്ചോ 10 ഇഞ്ചോ കൊടുത്തിട്ട് പ്ലസ് അതിൻ്റെ കൂടെ 4 5 ഇഞ്ച് ബെല്ലൂടി കൊടുക്കുമ്പോൾ 15 ഇഞ്ച് വരും. അപ്പം മേളിൽ നിന്നൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതേ 11 ഇഞ്ച് അത് കറക്റ്റാക്കി മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കിക്കേ, ഒരു 10 ഇഞ്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 10 ഇഞ്ച് കൊടുത്ത ശേഷം കൈയിൻ്റെ റൗണ്ട് വന്നിട്ട് 6 ഇഞ്ച് കൊടുക്കണ്ട്. 6 അല്ല 9 ഇഞ്ച്, സോറി, തയ്യൽ തുമ്പി ലൂസും കൂടി കൊടുക്കുമ്പോൾ 9 ഇഞ്ച് കേട്ടോ. അപ്പോൾ അതേ കട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇത് വെച്ചിട്ട് വേണം നമുക്ക് ബെല്ല് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പം നമ്മളിത് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബെല്ലിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പീസ് തുണിയിൽ നിന്ന് 2 തുണി എടുത്തിട്ടുണ്ട്. 14 ഇഞ്ച് നീളവും വീതിയുമുള്ള 2 തുണികൾ എടുത്തിട്ടുണ്ട്. 2 സ്ലീവിനും നല്ല വശവും ചേർത്ത് വെക്കുക. എന്നിട്ട് ഇതിനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കുക. കാണിച്ചു തരാം. 14 ഇഞ്ച് നീളം, 14 ഇഞ്ച് വീതി. നമുക്ക് ഒരു സമൂസ പോലെ മടക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു കയ്യിൻ്റെ റൗണ്ടിൻ്റെ അടിവണ്ണം കണ്ടോ, അതായത് അടിവശം എടുത്തിട്ട് ഇങ്ങനെ വെക്കുക. തുണി സ്ലീവ് മടക്കിയ ഭാഗവും ഈ തുണി മടക്കിയ ഭാഗവും ഒരുമിച്ചിരിക്കണം. ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ച ശേഷം എവിടെയാണ് നമുക്ക് കറക്റ്റ് വരുന്നത് ആ ഭാഗത്ത് വെക്കുക. എന്നിട്ട് ബെല്ലിൻ്റെ ലെങ്ത്ത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പോൾ എവിടെയാണ് കറക്റ്റ് വരേണ്ടത് അവിടെ നമ്മൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. തയ്യൽ തുമ്പും കൂടി ചേർത്ത് 5 ഇഞ്ച് വെച്ചിട്ട് ഞാൻ ബെല്ല് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 5 ഇഞ്ച് നമ്മൾ നോക്കിയിട്ട് ടേപ്പ് ഓരോരോ സ്ഥലത്തും 5 ഇഞ്ച് വെച്ച് ടേപ്പ് പിടിക്കുക. അവിടെയും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബെല്ല് റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, അതെ നമ്മുടെ സ്ലീവിൻ്റെ ബെല്ല് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കണ്ടോ ഇങ്ങനെ നമുക്ക് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതൊക്കെ അടുത്ത ക്ലാസ്സിലുണ്ടാവും. ഇതിൻ്റെ ഞാൻ ഓൾറെഡി നമ്മൾ സ്റ്റിച്ച് ചെയ്തു. ഇതിൻ്റെ അത് ആദ്യം കാണിച്ചിരുന്നു. സ്റ്റിച്ചിങ് പാർട്ടിൽ അടുത്ത ക്ലാസ് കാണാം.